പേര് കവിത. ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെയാണ്. ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വന്നിരിക്കുന്നത്. വന്നപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരെയും കൊണ്ട് കാണിക്കാൻ കഴിഞ്ഞതിലാണ്. രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണ് അടുത്ത മാസങ്ങളിൽ. അപ്പോൾ ഒരാൾ 90 ആയി, ഒരാൾ 84 ആയി. അപ്പോൾ അത് കാരണം അവർക്കുള്ളൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞു. അതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ദേവലോകത്തും കൈലാസത്തിലൊക്കെ എത്തിയ ഒരു പ്രതീതി തോന്നി. വളരെ നല്ല വർക്കായിരുന്നു. എടുത്തു പറയാനുള്ളത് നമ്മുടെ ഒരു ഗൈഡ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷനും സംഭാഷണവും എല്ലാം വളരെ ക്ലാരിറ്റി ആയിട്ടൊരു ഈ വയസ്സായവർക്ക് നല്ല ക്ലാരിറ്റി ആയിട്ട് മനസ്സിലാകത്തക്ക വിധത്തിൽ അവരത് സംസാരിച്ചു. അതിൽ വളരെ നന്ദിയുണ്ട്. എല്ലാം കൊണ്ടും പരമേശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ അമ്പലത്തിൽ വന്ന് ദേവലോകത്ത് പോയതുപോലെയുള്ള ഒരു അനുഭവം ഒന്നും ഞാൻ പോയിട്ടില്ല, ഇനി പോകുന്നേ ഉള്ളൂ. എങ്കിലും ഭഗവാനെ കണ്ടതുപോലെ തന്നെ തോന്നി. അതുകൊണ്ട് വളരെ 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 സന്തോഷം. എനിക്ക് 84 വയസ്സാവാൻ പോകുന്നു. ഈ പ്രായത്തിൽ ഞാൻ ഇത്രയും മുകളിൽ കയറിയതിന് ഭഗവാന് എന്നെ പൂർണ്ണ നമസ്കാരം പറയുന്നു. എൻ്റെ സ്ഥലം കൂത്തുപറമ്പ്, കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് എന്ന സ്ഥലത്തായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് വന്നു. ഈ ചെങ്കൽ മഹാദേവ ക്ഷേത്രം, ശിവഭഗവതി ക്ഷേത്രത്തിൽ വന്നു. ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം കണ്ടു. അതിനകത്ത് കയറിയപ്പോൾ ഞങ്ങളെ 6 ചക്രങ്ങളെ പറ്റിയുള്ള വിശദീകരണം അതൊക്കെ കണ്ടു. ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ എറണാകുളത്ത് നിന്ന് വന്നതാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ കയറാണ്. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ല ദൈവലോകമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എറണാകുളത്ത് നിന്ന് വരികയാണ്. എൻ്റെ മകള് പറഞ്ഞു, അമ്മ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമാണ്. കൈലാസത്തിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് സങ്കടം വരും ശരിക്കുമെന്ന്. അങ്ങനെ എനിക്കും ആ ഒരു അനുഭവം വന്നു. ഭയങ്കര സന്തോഷമായി. ജീവിതത്തിൽ ഏറ്റവും ഇങ്ങനെ ഒരു യാത്ര വന്നതിൽ ഭയങ്കരമായിട്ട് ഞാൻ സന്തോഷിക്കുന്നു.